5 ഗെയിമുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ലെറ്റ്സ് ഗോ. ഇതെന്താണെന്നറിയാമോ? കഴിഞ്ഞ ദിവസം വീഡിയോ വെറൈറ്റി ആക്കാനായിട്ട് നോക്കിയ സമയത്ത് സംഭവിച്ചതാണ്. ചത്തില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പുതിയ ചെയർ വാങ്ങാം. ഇതാണ് നമ്മൾ പുതുതായിട്ട് വാങ്ങിച്ച സ്ലീപ്പ് കമ്പനിയുടെ സ്റ്റൈലക്സ് എർഗോ ഹൈ ബാക്ക് ചെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെയർ. നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റിക്കും അതുപോലെ തന്നെ ഹൈ പെർഫോമൻസിനും വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയറാണ്. പെർഫോമൻസ് എന്ന് പറയുന്ന സമയത്ത് പോയി കിടന്ന് ഓടുന്നതും അല്ല, ഇതിൻ്റെ അകത്തിരുന്ന് നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് മണിക്കൂറുകളോളം വർക്ക് ചെയ്താലും നടുവിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കൈക്കോ ഒന്നും ഒരു തരത്തിലുള്ള കഴപ്പ് അല്ല ടയർഡ്നെസ് ഒന്നും ഫീൽ ചെയ്യൂല. നിങ്ങൾക്ക് ഒരുപാട് തരത്തിൽ ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ബാക്ക് ഹെഡ് സപ്പോർട്ട് നിങ്ങൾക്ക് ഇങ്ങനെ താഴേക്കും മേളിലേക്കും ആക്കി നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതായത് കുറച്ചുകൂടി മേളിലേക്കാണ് നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ മേളിലേക്ക് വയ്ക്കാം. നിങ്ങൾ പൊക്കം കൂടിയ ആളാണെന്നുണ്ടെങ്കിൽ മേളിലേക്ക് വയ്ക്കാം. പൊക്കം കുറഞ്ഞ ആളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴത്തേക്കും വെക്കാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ഹാൻഡ് റെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഹാൻഡ് റെസ്റ്റിൻ്റെ ഇവിടെയുള്ള ഒരു ലിവർ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് മേളിലേക്ക് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ മേളിലേക്കും താഴേക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം ഇതിനെ ഫ്രണ്ടിലേക്ക് നിങ്ങൾക്കൊന്ന് പുഷ് ചെയ്ത് കൊണ്ടുവരാനും പറ്റും. കുറച്ചുകൂടി നിങ്ങളുടെ കൈക്കൊരു സ്റ്റെബിലിറ്റി കിട്ടാൻ. വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഡെസ്കും നിങ്ങളുടെ കൈയും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കാം. ആ സമയത്ത് ഇത് രണ്ടും കൂടി ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ടോട് കൂടി വർക്ക് ചെയ്യാനായിട്ട് പറ്റും. അവിടെ സ്ലീപ്പ് കമ്പനിയുടെ ഈ ചെയറിൻ്റെ അകത്ത് ഒരു സ്മാർട്ട് ഗ്രിഡ് ടെക്നോളജി ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഇരിക്കുന്ന സമയത്തായാലും ചെറിയൊരു നാപ്പിനായിട്ട് ഇങ്ങനെ കമന്ന് കിടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ ചരിഞ്ഞ് കിടക്കുന്ന സമയത്തായാലും നിങ്ങളുടെ വെയിറ്റ് ഈവൻ ആയിട്ട് എല്ലാ സ്ഥലത്തേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് ഒരു സിംഗിൾ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് വെയിറ്റ് മൊത്തം ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സൈഡ് വേദന എടുക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. കറക്റ്റായിട്ട് ഈവൻ ആയിട്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 2-3 മണിക്കൂറൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു റെസ്റ്റ് പോലും ഇല്ലാതെ വർക്ക് ചെയ്താലും ഒരു പ്രശ്നവും കാണില്ല. ഇതെന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ബാക്ക് സപ്പോർട്ട് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അതായത് ലംബാർ സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. നിങ്ങളിപ്പോൾ ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മേളിലേക്കും താഴേക്കും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം സ്റ്റിഫ് ആവണം എന്നുള്ളതിനനുസരിച്ച് നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പൈന് കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. എപ്പോഴും ആളുകൾക്ക് പ്രശ്നം വരുന്നത് ബാക്കിൽ ഈ ഒരു സൈഡിലാണ്. ഈ ഒരു ഭാഗം ഒട്ടും പ്രശ്നം വരാതെ നിങ്ങൾക്ക് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ലംബാർ സപ്പോർട്ട് ഉറപ്പായിട്ടും വേണം. ഇതിൻ്റെ താഴെയായിട്ട് ഒരു നോബ് കാണാൻ പറ്റും. ഇത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിലേക്ക് ചാരുന്നതിൻ്റെ ടെൻഷൻ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. നിങ്ങൾക്ക് എത്രത്തോളം പ്രഷർ കൊടുത്ത് ബാക്കിലേക്ക് ചാരണം എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻ കേസ് നിങ്ങൾക്ക് ഒരു പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ലിവർ കാണാൻ പറ്റും. ആ ലിവറിനെ ഒന്ന് താഴേക്ക് ലോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇതിങ്ങനെ അങ്ങ് ഇരുന്നോളൂ. ആൻഡ് നിങ്ങൾക്ക് ഇതിനെ റിലീസ് ചെയ്യാനായിട്ട് ഒന്ന് പുറകിലേക്ക് പുഷ് ചെയ്യുക. എന്നിട്ട് അതിന് ആ ലോക്ക് മാറ്റുക. നിങ്ങൾക്ക് 2 ലിവേഴ്സാണ് വരുന്നത്. ഒന്ന് റൈറ്റ് സൈഡും ഒന്ന് ലെഫ്റ്റ് സൈഡും. റൈറ്റ് സൈഡ് ഉള്ളത് നിങ്ങൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. കയറി ഇരുന്നിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് പൊക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പൊങ്ങി കൊടുക്കുക. കണ്ടോ, സിമ്പിൾ. ഇപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഈ ഒരു ചെയറിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ളത്. 17,999 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. പക്ഷേ ഗാഡ്ജറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കൂപ്പൺ കോഡ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഗാഡ്ജറ്റ്സ് കേട്ടോ. ഇനി ഫൈനലി എൻ്റെ റിവ്യൂ, അതായത് ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം എനിക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇരിക്കാൻ എനിക്ക് പേഴ്സണലി നല്ല കംഫർട്ടായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷേ എൻ്റെ ഓഫീസിലുള്ള എല്ലാവർക്കും അത് അതിനനുസരിച്ച് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫർ ചെയ്തു ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി മൊത്തത്തിൽ ഭയങ്കര സുഖമാണ്. ആൻഡ് ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ഫീൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിലാക്സ് പൊസിഷനിലിരുന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര കംഫർട്ടാണ്. പ്രൊഡക്ടിവിറ്റി സെറ്റപ്പാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെയർ നന്നായിട്ട് ഇണങ്ങും. പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ചാരിയൊക്കെ കിടന്നുറങ്ങാനായിട്ട് കുറച്ചുകൂടി ബെറ്ററാണ്. നമ്മൾ കുറച്ച് ഹാർഷ് യൂസ് തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു 2 മാസമായിട്ട്. ഇതെൻ്റെ കയ്യിൽ വന്നിട്ട് 2 മാസമായി. 2 മാസത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത്. ബ്രാൻഡ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, വീഡിയോ എവിടെയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞതാണ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടേ വീഡിയോ ഇടുള്ളൂ. അപ്പോൾ ഒരുപാട് ഉപയോഗിച്ചതിൻ്റെ എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ ക്വാളിറ്റി ഭയങ്കര സ്ട്രോങ് ആണ്. ആൻഡ് വീൽസ് ഭയങ്കര അടിപൊളിയാണ്. സ്മൂത്തായിട്ട് എല്ലായിടത്തോട്ടും ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും പൊക്കോളും. അതെല്ലാം ഒരു ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടതുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോ കാണാം. ബൈ.